അതെ, തൂമാനം വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. തൂമാനത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ് കേട്ടോ. വടക്കാഞ്ചേരിയിൽ നിന്ന് ഓട്ടുപാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എങ്കിൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ഹോസ്പിറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ള വഴി, ഇനി ഷൊർണൂരിൽ നിന്നാണെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള വഴി കയറി കഴിഞ്ഞാൽ ഒരു റെയിൽവേ ക്രോസ് കാണും. ആ റെയിൽവേ ക്രോസ് കയറി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ കയറി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ലെഫ്റ്റിലേക്കുള്ള വഴി കയറി കുറച്ച് ദൂരം ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു റൈറ്റിലേക്കുള്ള തൂമാനം എന്ന് എഴുതിയിട്ട് കാണാം. ആ വഴി നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് തൂമാനം വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ താഴേക്കാണേ. അവിടെ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ, കുറച്ചൊരു റിസ്ക്കിയാണ് എന്നാലും അത്ര വലിയൊരു റിസ്ക് ഒന്നും ഇല്ലാന്നേ, താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഈ കാണുന്നതാണ് തൂമാനം. ഇവിടുന്ന് താഴേക്ക് വളരെ എളുപ്പത്തിൽ ഇറങ്ങാം. നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? എന്നാൽ കൂടെ വന്നോളൂ. ഇതാ ഞങ്ങൾ ആദ്യം തന്നെ മുകളിലൊന്ന് കയറി നോക്കി, എത്ര താഴേക്ക് ഇറങ്ങണം എന്നൊന്നും അറിയണ്ടേ, അതിനായിട്ടാണ് നമ്മൾ മുകളിൽ കയറി നോക്കിയത് കേട്ടോ. നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അകമലയുടെ ഭംഗി ശരിക്കും നമുക്കിങ്ങനെ ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോയാലോ? അങ്ങനെ ഞാനും വിൻഷ്യ ടീച്ചറും അനീറ്റ ടീച്ചറെ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് നമ്മൾ മെല്ലെ താഴേക്ക് ഇറങ്ങിയിട്ടോ. അത് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും താഴേക്ക് ഇറങ്ങുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ താഴേക്ക് ഇറങ്ങുകയാണേ. പക്ഷെ മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. മഴ ഉണ്ടെങ്കിലാണ് അടിപൊളി എന്നാണ് കേട്ടോ ഇവരൊക്കെ പറഞ്ഞത്. ഏതാ എനിക്ക് അത്ര അങ്ങോട്ട് അടിപൊളിയായിട്ട് തോന്നിയില്ല കേട്ടോ. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആകെ വഴുക്കലും ഈ വഴിയിലൂടെയൊക്കെ എങ്ങനെയാണ് താഴേക്ക് എത്തുക? അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് ഓരോരുത്തരുടെ എന്താ പറയുക, ഇഷ്ടങ്ങൾക്കനുസരിച്ച് വ്യത്യാസവും. മഴ ഉണ്ടെങ്കിൽ അടിപൊളിയാണെന്നാണ് കേട്ടോ ബാക്കി ടീച്ചർമാരൊക്കെ പറഞ്ഞത്. ഇത് ഇറങ്ങി പോവാനും മഴ കൊണ്ടിട്ട് അവിടെ താഴെ എത്താനും ഒക്കെ രസമാണേ. അപ്പോൾ സഞ്ചാരികളുടെ മനം കവർന്ന അകമല തൂമാനം വെള്ളച്ചാട്ടമാണ്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് അകമല ഫോറസ്റ്റ് പരിധിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചാരികളുടെ മനം ശരിക്കും കവർന്നു പോകും കേട്ടോ. അങ്ങനെയുള്ള ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എല്ലാ ആൾക്കാരും നമുക്ക് എന്താ പറയുക, ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് തൂമാനം വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 1-2 തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അവർ വന്നിട്ടുള്ളത്. അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അവർ കുളിച്ച് ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചു, ഇതാണോ ഇതിനുള്ള വഴി? ഞങ്ങൾ വന്നത് വേറെ വഴിയിലൂടെയാണ് ഇവിടേക്ക് എത്തിയത്, ഒരു കുന്നിൻ്റെ മീതെ കൂടെ ഒക്കെ കയറി മറിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് അതിൻ്റെ വഴിയെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ. അതവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവരുമായിട്ട് കുറേ നേരമൊക്കെ സംസാരിച്ചു. അവർ സേലം ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ തൂമാനം വെള്ളച്ചാട്ടം. കുടുംബമാണ് കേട്ടോ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. പ്രദേശത്ത് ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബസമേതം ഇവിടേക്ക് വരാനായിട്ട് പറ്റും. പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത്. അത് വളരെ സുരക്ഷിതമായിട്ടുള്ള, കുട്ടികൾക്ക് പോലും ഇറങ്ങി കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ് തൂമാനത്തെ ഏറ്റവും കൂടുതൽ പ്രിയങ്കരമാക്കുന്നത്. അകമല ചെപ്പേലക്കോട് വനമേഖലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ കാണാനായിട്ട് കഴിയുന്നത്. ഇനി കൂടുതലും ആൾക്കാർക്ക് ബൈക്കുകളും കാറുകളും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. റോഡിൻ്റെ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ കണ്ടില്ലേ, കുറേ വണ്ടികൾ നമുക്കിങ്ങനെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ശരിക്കും എന്തൊരു ഭംഗിയാണെന്നറിയോ. ഒരുപാട് വീഡിയോ ഫോട്ടോഷൂട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ സേവ് ദ ഡേറ്റുകൾ, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. കാരണം ഇതിൻ്റെ ഭംഗി തന്നെയാണ്. നമുക്ക് പിന്നെ അത്ര ഒരു ആഴമൊന്നുമുള്ള വെള്ളച്ചാട്ടമല്ല, കുറച്ച് ആഴമേ ഉള്ളൂ. ഏകദേശം നമ്മുടെ മുട്ടിന് മീതെ വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കളിക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളച്ചാട്ടമായതും ഇവിടെ ആൾക്കാർ കൂടുതൽ എത്താനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താ പറയുക, ചില വെക്കേഷൻ ദിവസങ്ങളൊക്കെയാണ്, അപ്പോൾ സാറ്റർഡേ സൺഡേസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കിക്കൊണ്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തീരെ വെയിലും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. നമ്മൾ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ഇട്ടിട്ട് ഈ ഒരു പ്രദേശത്തെ നമ്മൾ നശിപ്പിക്കരുത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.